എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാം. നീക്കത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ആ ഒരു പ്രതികരണം. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താ BJP വിരുദ്ധ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ. അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPMഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയുന്നത്. ഞാൻ എവര് പറഞ്ഞിട്ട് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറച്ച് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് DGP സർക്കാരിന് നൽകിയതായിട്ട്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികൾക്ക് സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പം രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ